സാഗൽ ക്ലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നൗക വിഹാർ എന്ന കവിതയെ ആസ്പദമാക്കി ചെയ്ത കഴിഞ്ഞ വീഡിയോയുടെ ഒരു ബ്രീഫ് നോട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. ഇത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. ഇന്ന് ഈ വീഡിയോയിൽ അതിന് ശേഷമുള്ള രണ്ട് ഭാഗങ്ങളുടെ ബ്രീഫായിട്ടുള്ള ഒരു വിശദീകരണമാണ് തരാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ച് കാണുക, വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. नौका से उठती जल हिलोर, हिल पड़ते नभ के और चोर, विस्फारित नयनों से निश्चल, कुछ खोज रहे चल तारक दल, जोदित कर नभ का अंधस्थल, जिनके लग दीपों को चंचल, अंचल की ओट किए अविरल, फिरती लहरें लुक चिप पल पल, सामने शुक्र की छवि झलमल, पैरती परी सी जल में कल, रूप हरे कछों में ही ओछल, लहरों के घूंघट से छुक छुक, दशमी का शशि निज तिर्यक मुख, दिखलाता मुग्धा सा रुक रुक. ഇതാണ് കവിതയുടെ ആ വരികൾ. ആദ്യത്തെ നമുക്ക് പറയാനുള്ള വരികൾ. നമുക്ക് ഇതിൻ്റെ ആദ്യത്തെ രണ്ട് വരികളുടെ അർത്ഥം എന്താണെന്ന് നോക്കാം, ഭാവാർത്ഥം എന്താണെന്ന് നോക്കാം. നൗകാ സേ ഹിൽത്തി ജൽ ഹിലോർ, ഹിൽ പടുത്തെ നഭ്കെ ഓർ ചോർ. ഇതാണ് ആ വരികൾ. जब नाव चलना शुरू हो गई, जो पंत जी सवार कर रहे हैं ना वो नाव गंगा पर चलना शुरू हो गई, तब जल में हलचल मचती है और जो आसमान की परछाई है वह गंगा के जल में भी पड़ती है, गंगा के जल में पड़ती है. तब वह आसमान भी हिलता हुआ दिखाई पड़ता है. आमतौर पर ऐसे ही होता है. नभ का और चोर पानी के हिलने से उसके लहरों से हिलता हुआ लगता है. ഇനി ഇതിൻ്റെ മലയാളത്തിലുള്ള പരിഭാഷ, മലയാളത്തിലെ വ്യാഖ്യാനം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ തോണി ഗംഗാനദിയിൽ ഒഴുകാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇവർ സഞ്ചരിക്കുന്ന തോണി ഇപ്പോൾ ആ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ജലത്തിൽ അപ്പോൾ ഓളങ്ങൾ ഉയരുകയാണ്. ആ ഓളങ്ങളിൽ ആകാശത്തിൻ്റെ പ്രതിഫലനം നന്നായിട്ട് ഇങ്ങനെ ഇളകിയാടുകയാണ്, ഷെയ്ക്ക് ചെയ്തിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. കണ്ടാൽ ആകാശത്തിൻ്റെ എല്ലാ അതിരും ഇങ്ങനെ കിടന്ന് ഇളകിയാടുന്നത് പോലെയാണ് തോന്നുമായിരുന്നത്. विस्फारित नयनों से निश्चल, कुछ खोज रहे चल तारक दल, ज्योतित कर नभ का अंधस्थल. അടുത്ത വരി ഇതാണ്. ऐसे हिलते पानी में आसमान के असंख्य तारों के परछाई भी दिखाई पड़ती है. ऊपर आसमान में जो कुछ दिखाई देता है वो सारे के सारे चीज़ ये नीचे पानी में भी परछाई की तरह दिखाई देता है. ये परछाइयाँ देखते समय कवि पंत जी को ऐसा लगता है कि बहुत विस्मित आंखों से, खुली आंखों से टकटकी बांधकर तारे पानी में कुछ खोज रहे हैं. पानी में कुछ खोया हुआ चीज़ों को कुछ खोज रहे हैं, ऐसे दिखते हैं ये तारों को. ऐसे समय में नक्षत्रों का जो प्रकाश ज़्यादा बढ़ता दिखाई पड़ता है और पूरे आसमान को ज़्यादा प्रकाशमय कर देता लगता है. नभ का अंतस्थल का मतलब है आकाश का हृदय, जो पूरे आसमान को कवि सूचना में यहाँ लाते हैं. അപ്പോൾ ഈ തോണിയാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരുപാട് റിഫ്ലക്ഷൻസ് ആ വെള്ളത്തിൽ കാണുന്നുണ്ട്. ഇതിൽ ഇളകിയാടുന്ന ഇങ്ങനത്തെ ഇളകുന്ന വെള്ളത്തിൽ ആകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന അസംഖ്യ നക്ഷത്രങ്ങളുടെ പ്രതിഫലനവും കാണാമായിരുന്നു. ആകാശത്തിൻ്റെ പ്രതിഫലനം പൂർണ്ണമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആകാശത്ത് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇവിടെ ഇതിലും റിഫ്ലക്റ്റ് ചെയ്തത്. ഈ റിഫ്ലക്ഷൻ കാണുമ്പോൾ കവി പന്തിന് തോന്നുന്നത് നക്ഷത്രങ്ങൾ ജലത്തിൽ വളരെ അത്ഭുതം നിറഞ്ഞ കണ്ണുകളോടെ, കണ്ണടയ്ക്കാതെ വളരെ കെയർ ചെയ്തിട്ട് വളരെ ശ്രദ്ധയോടുകൂടി എന്തോ തിരയുന്നത് പോലെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കവി പന്തിനെ ഈ നക്ഷത്രങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഈ വെള്ളത്തിൽ എന്തോ തിരയുന്നത് പോലെ തോന്നുമായിരുന്നു എന്ന്. ജലത്തിൽ പതിക്കുന്ന നക്ഷത്രങ്ങളുടെ ശോഭ കുറച്ച് കൂടുതൽ വളരെ അധികമായിട്ട് കാണപ്പെടും. പൊതുവെ ജലത്തിൽ കാണുന്ന ആ ആകാശത്തെ നക്ഷത്രങ്ങളുടെ പ്രതിഫലനം കൂടുതൽ പ്രകാശമയമാക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്നു. ഇവിടെ കവി ആകാശത്തെ പൂർണ്ണമായിട്ട് ഇവിടെ പ്രതിപാദിക്കുകയാണ്. ഇവിടെ ആകാശത്ത് നഭ്ക അന്തസ്ഥൽ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നഭ്ക അന്തസ്ഥൽ എന്ന് പറയുന്നാൽ ആകാശത്തിൻ്റെ ഹൃദയം എന്നർത്ഥം. ആകാശത്തിൻ്റെ ഹൃദയം എന്ന് പറയുമ്പോൾ ടോട്ടലായിട്ട് ആ ഒരു ആകാശത്തിനെയാണ് ഇവിടെ കവി പ്രതിപാദിക്കുന്നത്. ജിൻകെ ലഘു ദീപോं को चंचल, अंचल की ओट किए अविरल, फिरती लहरें लुक चिप पल पल. यहाँ नक्षत्रों सा लघुदीप पानी में पल पल में दिखाई और न दिखाई पड़ती है. बार बार ऐसे अप्रत्यक्ष और प्रत्यक्ष भी आती है.
इसका कारण है पानी में उड़ते छोटे छोटे हिलोरे। छोटे छोटे हिलोरे के कारण इसका यह प्रत्यक्ष और अप्रत्यक्ष भी होता है। इस बारी बारी का प्रत्यक्ष और अप्रत्यक्ष को देखकर ऐसा लग रहा है कि वे पानी में छुपा छुपी खेल रहे हैं। एक युवती अपनी साड़ी के अंचल से होट किए दिए को बिना बुझाए लेकर जाती जैसी लगती है। उस ओट से कभी दिखाई और न दिखाई पड़ती है दिए। इस नक्षत्रों का चिलमिलाहट देखकर कवि को ऐसा लग रहा है कि पानी सा साड़ी में നക്ഷത്രോം സാ ദിയ ലുക്കാചുപ്പി ഖേൽത്തെ ജൈസ ലഗ്താ ഹെ. ജലത്തിലെ കുഞ്ഞോളങ്ങളിൽ നക്ഷത്രമാകുന്ന ചെറിയ ദീപങ്ങൾ ഇങ്ങനെ മിന്നിത്തിളങ്ങുന്നുണ്ട് പറഞ്ഞല്ലോ. അവ ഇടയ്ക്കിടെ പ്രത്യക്ഷവും അപ്രത്യക്ഷവുമായിട്ട് കാണപ്പെടുന്നു. പൊതുവേ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുമ്പോൾ അണയുകയും കത്തുകയും ജ്വലിക്കുകയും ചെയ്യുന്നതാണല്ലോ. ഈ ഇടവിട്ടുള്ള പ്രത്യക്ഷവും അപ്രത്യക്ഷവും കണ്ടാൽ നക്ഷത്രങ്ങൾ ഗംഗയുടെ ജലത്തിൽ ഒളിച്ച് കളിക്കുന്നത് പോലെയാണെന്ന് തോന്നും. ലുക്കാച്ചുപ്പി പറഞ്ഞാൽ ഈ ഒളിച്ചു കളി. മറ്റൊന്ന്, ഒരു സുന്ദരിയായ യുവതി തൻ്റെ സാരിയുടെ തലപ്പ് കൊണ്ട് മറച്ച് അണയാതെ കൊണ്ടുപോകുന്ന, വളരെ കെയർഫുള്ളായിട്ട് അണയാതെ കൊണ്ടുപോകുന്ന ദീപത്തെ പോലെ തോന്നുമായിരുന്നു. ആ സാരിയുടെ മറവിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ആ ദീപം പ്രത്യക്ഷപ്പെടുകയും സാരിത്തലപ്പിലിടയ്ക്ക് മറയുകയും ചെയ്യുന്ന ദീപം, ആ വെള്ളത്തിൻ്റെ ഓളമാകുന്ന സാരിയുടെ മറവിൽ. അപ്പോൾ വെള്ളത്തിൻ്റെ ഓളത്തിനെ ഇവിടെ സാരിയുടെ മറവ് പോലെ കമ്പയർ ചെയ്തിരിക്കുകയാണ്. നക്ഷത്രമാകുന്ന ദീപം, അപ്പോൾ ദീപം എന്ന് പറയുന്നത് ഇവിടെ നക്ഷത്രത്തിനെയാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ ഓളമാകുന്ന സാരിയുടെ മറവിൽ നക്ഷത്രമാകുന്ന ദീപം ഒളിച്ച് കളിക്കുന്നത് പോലെയാണ് കവിക്ക് അനുഭവപ്പെടുന്നത്. സാമനെ ശുക്ര की छवि छलमल पैरती परीसी जल में कल रूप हरे कछों में ही ओछल എന്നാണ് അടുത്ത വരികൾ. शुक्र नक्षत्र आसमान में चांद माह के बाद बहुत रोशनी देने वाली नक्षत्र है शुक्र. उसकी छवि पानी में एक परी तैरती हुई चलती है, ऐसा लग रहा था. उसकी भी छाया नीचे पानी में, गंगा के पानी में दिखाई पड़ता था. उसे देखकर कवि को ऐसा लग रहा है कि ये पानी में एक परी का मतलब है अप्सरा, एक परी ऐसी तैरती हुई चलती है, ऐसा लग रहा है. लेकिन उसकी भी परछाई भी पानी के हिलोरे में अप्रत्यक्ष हो जाती है. शुक्र नक्षत्र हमेशा चिलमिलाते नहीं है, वो प्रकाश ऐसे ही रहते हैं. उसकी भी परछाई पानी में अप्रत्यक्ष हो जाती है. उसे देखकर कवि ऐसे सोचता है कि पानी के लहरों सा बाल में वह ओछल हो जाती है, यानी कि ओछल होने का मतलब है अप्रत्यक्ष हो जाती है. तब शुक्र नक्षत्र की भी परछाई भी पानी की वो लहरों में ओछल हो जाती है. ये बार बार होती रहती है, कभी प्रत्यक्ष और कभी अप्रत्यक्ष भी हो जाती है. ശുക്ര നക്ഷത്രം എന്നത് ആകാശത്ത് പ്രകാശിച്ചു നിൽക്കുന്ന ഒരു നക്ഷത്രമാണ്, ഒരു ഗ്രഹമാണത്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ കേട്ടിട്ടില്ലേ? ഇതിൻ്റെ പ്രകാശം എപ്പോഴും തിളങ്ങിക്കൊണ്ടേയിരിക്കും. അത് മറ്റു നക്ഷത്രങ്ങളെപ്പോലെ ഇങ്ങനെ മിന്നി തിളങ്ങിക്കൊണ്ടിരിക്കില്ല. അതെപ്പോഴും ഇങ്ങനെ ഒരേ രീതിയിൽ ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക, അതായത് ബ്ലിങ്കിങ് ഇല്ല. ചന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രകാശം ഈ ഒരു ശുക്ര നക്ഷത്രത്തിനാണ്. അതിൻ്റെ നിഴൽ, അതിൻ്റെ പ്രതിച്ഛായ, വെള്ളത്തിൽ ഒരു മാലാഖ നീന്തി തുടിക്കുന്ന പരി എന്ന് പറഞ്ഞാൽ മാലാഖ, അപ്സരസ്, ഒരു മാലാഖ, ഒരു ഏഞ്ചൽ നീന്തി തുടിക്കുന്നത് പോലെ ആയിട്ട് തോന്നുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷാഡോ വീണപ്പോൾ കാണുന്നത് എങ്ങനെയാണ്? ഒരു മാലാഖ ആ ജലത്തിൽ ഇങ്ങനെ നീന്തുന്നത് പോലെ തോന്നുമായിരുന്നു. എന്നാൽ ജലത്തിലെ പ്രതിബിംബം ഓളങ്ങളുടെ ഇടയ്ക്ക് അപ്രത്യക്ഷമാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നക്ഷത്രത്തിൻ്റെ, ഈ ഒരു ശുക്ര നക്ഷത്രത്തിൻ്റെ പ്രതിബിംബം പോലും ഈ ജലത്തിലെ ഓളപ്പരപ്പിൽ ഇങ്ങനെ അപ്രത്യക്ഷമാകുന്നുണ്ട്. ഇത് കാണുമ്പോൾ കവിക്ക് വെള്ളത്തിലെ കുഞ്ഞോളങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? ഒരു മുടിയിഴകൾ, ഗംഗയുടെ ഓളങ്ങളെ മുടിയിഴകളെ പോലെ തോന്നുകയും ആ മുടിയിഴകളിൽ ആ പ്രതിബിംബം, ആ ശുക്രനക്ഷത്രത്തിൻ്റെ പ്രതിബിംബം അപ്രത്യക്ഷമാകുന്നു എന്ന് തോന്നുകയും ചെയ്യുന്നു. ഈ ഒരു അപ്രത്യക്ഷമാകുന്നത് തുടരെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ചിലപ്പോൾ പ്രത്യക്ഷമാകുന്നു, ചിലപ്പോൾ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ലഹരോं के घूंघट से चुक दशमी का शशि निज तिर्यक मुख दिखलाता मुग्धा सा रुक എന്നാണ് അടുത്ത വരികൾ.
दशमी का चांद का मुख पूर्ण वृत्ताकृति में नहीं होता है, उसका थोड़ा टेढ़ा होता है, उसका थोड़ा तिर्यक रूप होता है। जो आप अभी पिक्चर में देख रहे हैं वही। यहाँ कवि ने चांद को घूंघट से ओंचल किए युवती की तरह प्रस्तुत किया है, जो कभी अपना घूंघट हटाती है और कभी उससे ढक देती है अपना चेहरा। लहरों के हिलने से चांद का चेहरा घूंघट से ओझल करती और हटाती युवती की तरह दिखाई देती है। ദശമിയിലെ ചന്ദ്രൻ രൂപം പൂർണ്ണ വൃത്താകൃതിയിലായിരിക്കില്ല, അതല്പം വളഞ്ഞതുപോലെ ആയിരിക്കും, ഒരു ഷെയ്ഡ് നിങ്ങൾ ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലുള്ള രൂപം. ചന്ദ്രനെ കവി ഘൂങ്കട്ട് കൊണ്ട്, ഘൂങ്കട്ട് എന്ന് പറയുന്നാൽ സ്ത്രീകൾ പൊതുവെ തല മറയ്ക്കാൻ ഉപയോഗിക്കുന്ന വസ്ത്രം, ദുപ്പട്ട പോലെയുള്ള. അപ്പോൾ ഈ ദുപ്പട്ട പോലെയുള്ള മുഖം മറയ്ക്കുന്ന, അതായത് ഈ ദുപ്പട്ട കൊണ്ട് മുഖം മറയ്ക്കുന്ന സുന്ദരിയായ യുവതിയെ പോലെയാണ് കവി ഇവിടെ ചന്ദ്രനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചന്ദ്രൻ്റെ ആ ഒരു ഷാഡോയെ ഇവിടെ കവി അവതരിപ്പിക്കുന്ന ഒരു സുന്ദരിയായ യുവതി മുഖം മറയ്ക്കുന്ന പോലെ. പെൺകുട്ടി ഇടയ്ക്കിടയ്ക്ക് തൻ്റെ മുഖം ഘൂങ്കട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും, അത് അനാവൃതമാക്കുകയും ഇടയ്ക്ക് മറയ്ക്കുകയും ചെയ്യുന്നത് പോലെ ചന്ദ്രൻ്റെ പ്രതിബിംബം ജലത്തിൻ്റെ ഓളങ്ങൾ, ഗംഗാനദിയുടെ ആ ജലത്തിൻ്റെ ഓളങ്ങളിൽ ഇങ്ങനെ കാണപ്പെടുകയാണ്. ഈ ഓളങ്ങളുടെ ഇളക്കത്താൽ, ഈ ഓളങ്ങളുടെ ഷെയ്ക്കിനാൽ ചന്ദ്രൻ്റെ മുഖം ഘൂങ്കട്ടിനാൽ മറയ്ക്കുക, അതായത് ഈ ഒരു ദുപ്പട്ട കൊണ്ട് മറയ്ക്കുകയും പ്രത്യക്ഷമാക്കുന്ന സുന്ദരിയായ യുവതിയായിട്ട് കവി താരതമ്യം ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ കവിതയുടെ അടുത്ത ഭാഗത്തേക്ക് കടക്കാം. अब पहुंची चबला बीजधार, छिप गया चांदनी का कगार, दो बाहों से दूरस्थ तीर, धारा का कृषि कोमल शरीर, आलिंगन करने को अधीर, अति दूर क्षितिज पर विडप माल, लगती भूरेखा सी अराल, अपलक नभती नील नयन विशाल, माँ के उर पर शिशु सा समीप सोया धारा में एक दीप, ऊर्मिल प्रवाह को कर प्रदीप, वह कौन विहग क्या विगल कोग, उड़ता हरने का निज विरह शोक, ഛായ കി കോഗി കോ വിലോക്. ഇതാണ് വരികൾ. ഈ വരികളുടെ ആദ്യകാർത്ഥം എന്താണെന്ന് നോക്കാം. ആദ്യത്തെ രണ്ട് വരികൾ, അബ് പഹുഞ്ചി ചബല ബീജ്ദാർ, छिप गया चांदनी का कगार. कवि का नाव ऐसे तैरते हुए गंगा नदी के मध्य धारा में पहुंच जाती है. अब कवि और नाव दोनों गंगा के सीधे बीच में हैं. तो वहाँ से चंद्रमा की चांदनी में चमकते हुए रेतीले तट स्पष्ट दिखाई नहीं देता कवि को. किनारे दोनों बहुत दूर में हैं. दूर से दिखने वाले दोनों किनारे ऐसे प्रतीत हो रहे हैं कि गंगा की धारा रूपी नायिका. कवि ने गंगा नदी को पहले ही बताया था ना, मैंने गंगा को नायिका के रूप में प्रस्तुत किया है ना. तो उस नायिका के पतले कोमल शरीर को अपने दोनों बाहें फैलाकर आलिंगन करना चाहते हो. ये दोनों मतलब है कि नायिका को आलिंगन करने के लिए अपने दोनों बाहें फैलाकर रखी है, दोनों तट. गंगा नदी बहुत पतली है. ग्रीष्म ऋतु के कारण नदी में पानी की कमी है, इसलिए कवि ने नदी को पतली बताया है. दूर दूर तक फैले क्षितिज पर कतारबद्ध वृक्षों को देख ऐसा लग रहा है कि वे नीले आसमान के विशाल नयनों की तिरछी बौहें हैं और धरती को टकटकी देकर आंखें बिना मूंदे निहार रहे हैं. फिर कवि कहते हैं कि पास ही एक द्वीप है. इस नदी के बीच में एक द्वीप दिखाई देता है. लहरें जाकर उससे टकराकर जल का प्रवाह विपरीत दिशा में मुड़ जाता है. द्वीप पानी के लहरों का उल्टे दिशा में मोड़ रहा. गंगा के बीच में स्थित उस द्वीप को देखकर कवि को ऐसा लगता है कि कोई छोटा सा बालक अपनी माँ की छाती से लगकर सो रहा है. कवि ने यहाँ गंगा को स्त्री रूप प्रदान किया है, नायिका का रूप प्रदान किया है, तब उसमें दिखाई देते उस द्वीप को उसके बेटे का रूप भी प्रदान कर दिया है.
ऐसे समय में गंगा नदी के ऊपर एक पक्षी उड़ते देखकर कवि सोच में पड़ जाता है कि वह पक्षी शायद चकवा पक्षी तो नहीं। चकवा और चकवी पक्षी विरह और पुनर्मिलन का एक प्रतीक वाले पक्षियाँ हैं। इसकी एक कहानी और जिंदगी के बारे में कबीरदास के दोहाओं में की ये वीडियो में प्रतिपादन किया था मैंने। जस्ट रिवाइंड टू वॉच इट। उस रात में गंगा के ऊपर से उड़ते हुए पक्षी को देखकर कवि को ऐसा लगता है कि अपने प्रिय से बिछुड़ जाने की व्यथा में रोते पुकारते उड़ते पक्षी भ्रम में जल में अपने ही छाया देकर प्रियतमा चकवी समझकर, इसकी प्रियतमा चकवी होती है, चकवा की प्रियतमा चकवी होती है, प्रियतमा चकवी समझकर उसे पाने की चाह ले व्याकुल होकर आकाश में उड़ता जा रहा है। ഇതിൻ്റെ മലയാള പരിഭാഷ എങ്ങനെയാണെന്ന് നോക്കാം. സുമിത്രാനന്ദ പന്ത് ഗംഗാനദിയിൽ തോണിയാത്ര തുടങ്ങിയിരുന്നല്ലോ. ഇപ്പോൾ തോണി തുഴഞ്ഞവർ ഗംഗയുടെ മധ്യഭാഗത്ത് എത്തിച്ചേർന്നു. അവിടെ നിന്ന് ഗംഗയുടെ ഇരു തീരത്തേക്ക് നോക്കിയാൽ തീരത്തെ മണൽപ്പരപ്പ് വ്യക്തമായിട്ട് കാണാൻ കഴിയില്ല. കാണാൻ കഴിയും, പക്ഷേ വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയില്ലായിരുന്നു. കാരണം അത്രയ്ക്ക് ദൂരേക്ക് അവർ എത്തിച്ചേർന്നു. അവ്യക്തമായ തീരത്തിൻ്റെ ദൃശ്യം കവിക്ക് നായികയായ ഗംഗയെ പുണരാനായിട്ട് വെമ്പൽ കൊള്ളുന്ന കൈകളായിട്ടാണ് തോന്നുന്നത്. അതായത് കവി ഗംഗയെ നായികയായിട്ട് ഇരു തീരങ്ങളെ പുണരാൻ ആഗ്രഹിക്കുന്ന ഇരു കരങ്ങളായിട്ടും അവതരിപ്പിക്കുന്നു. ആ ഇരു കരങ്ങളാലും ആലിംഗനത്തിനായിട്ട് വിടർത്തി പിടിച്ചതുപോലെ ആണ് തീരങ്ങളെ കാണപ്പെട്ടത്. വളരെ ദൂരത്തോളം അങ്ങ് ചക്രവാളത്തോളം വളർന്നു നിൽക്കുന്ന നിരനിരായ വൃക്ഷങ്ങൾ ഇതിൻ്റെ ഗംഗയുടെ തീരങ്ങളിലുണ്ട്. ഈ ഗംഗയുടെ തീരങ്ങളിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നീലാകാശത്തിൻ്റെ വിശാലമായ കണ്ണുകൾ, കമ്പാരിസനാണ്, നീലാകാശത്തിന് വിശാലമായ നേത്രങ്ങളുടെ കൺപീലികളായിട്ട് തോന്നുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വൃക്ഷങ്ങളുടെ ഈ ഒരു നിരനിരകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകളുടെ കൺപീലികൾ എങ്ങനെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ നീലാകാശത്തിൻ്റെ കൺപീലികളെ പോലെ കാണുമായിരുന്നു. അപ്പോൾ അതിന് ഷെയ്ഡ്, നീലാകാശത്തിൻ്റെ ഷെയ്ഡ് ഇവിടെ ഈ വെള്ളത്തിൽ പതിക്കുന്നു. വെള്ളത്തിനെ അതിൻ്റെ കണ്ണുകളായിട്ടും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഈ വൃക്ഷങ്ങളെ അതിൻ്റെ കൺപീലികളായിട്ടും കവി സങ്കല്പിക്കുകയാണ്. മാത്രമല്ല ഈ കണ്ണുകളാൽ ഭൂമിയെ നിർനിമേഷമായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയുമാണ്. അപ്പോൾ ഭൂമിയെ വളരെയേറെ നിർനിമേഷമായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയും കൂടിയാണെന്നാണ് കവി പറയുന്നത്. ശേഷം കവി പറയുന്നത് ശ്രദ്ധിക്കൂ. നദിയുടെ മധ്യത്തിലൊരു ദ്വീപുണ്ട്, ഒരു ദ്വീപ്. അത് ജലപ്രവാഹത്തെ വിപരീത ദിശയിലേക്ക് തിരിച്ചുവിടുന്നത് ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നദി ദ്വീപിൽ തട്ടിയിട്ട് ഇരുവഴികളായിട്ട് ഇങ്ങനെ ഒഴുകുകയാണ്. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ എങ്ങനെയാണോ മാറോട് അടക്കി പിടിച്ചിരിക്കുന്നത് അതുപോലെയാണ് നദി ഈ ദ്വീപിനെ പിടിച്ചിരിക്കുന്നതെന്നാണ്, നദിയിൽ ഈ ഒരു ദ്വീപിൻ്റെ ദൃശ്യം കാണുന്നത് അങ്ങനെയാണെന്നാണ് കവിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് തോന്നുന്നത്? ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ മാറോടടക്കി പിടിച്ചിരിക്കുന്നത് പോലെ. കവിയുടെ കാവ്യഭാവനകളുടെ ഓരോ ദൃശ്യത്തിലും ഇതൾ വിരിഞ്ഞ് നമുക്ക് അനുഭവഭേദ്യമാകുന്നുണ്ട്, വളരെ ഭംഗിയായിട്ട് അനുഭവഭേദ്യമാകുന്നു. ഈ സമയത്ത് നദിക്ക് മുകളിലൂടെ ഒരു പക്ഷി പറന്നു പോകുന്നത് കണ്ട് കവി ചിന്തിക്കുകയാണ്, ഇനി ആ പക്ഷി ചക്കുവ പക്ഷിയൊന്നും ആയിരിക്കുമോ? ചക്കുവ പക്ഷി എന്ന് പറഞ്ഞാൽ എന്താ? ചക്രവാക പക്ഷി. ഈ പക്ഷിയെക്കുറിച്ചൊരു കഥയും ഒരു യാഥാർത്ഥ്യം ഉണ്ടായി. ഞാൻ കബീർദാസിൻ്റെ ദോഹകളുടെ വീഡിയോ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിരുന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ഒന്നുകൂടി ഒന്ന് വാച്ച് ചെയ്യാം. അത് നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു. അപ്പോൾ ഈ പക്ഷി പറക്കുന്നത് കണ്ടിട്ട് കവിക്ക് തോന്നുന്നത് എന്താണ്? തൻ്റെ പ്രിയതമയെ പിരിഞ്ഞ വേദനയിൽ കരഞ്ഞു വിളിച്ചുകൊണ്ട് തിരഞ്ഞു നടക്കുന്ന ചക്കുവ പക്ഷി ആ ജലപ്രവാഹത്തിന് മുകളിലൂടെ പറക്കുമ്പോൾ തൻ്റെ തന്നെ പ്രതിബിംബം കണ്ടിട്ട്, വെള്ളത്തിൽ കണ്ടിട്ട് തൻ്റെ പ്രിയതമയായിട്ട് തോന്നുകയും അവളെ സ്വീകരിക്കാനായിട്ട് അതിനെ നേടാനുള്ള ഒരു അദമ്യമായ ആഗ്രഹത്തോടു കൂടി വളരെ വ്യാകുലനായിട്ട് ആകാശത്തിങ്ങനെ പറക്കുകയാണ്. ഇതാണ് കവിക്ക് തോന്നുന്നത്. പ്രകൃതിയെയും മനുഷ്യജീവിതത്തെയും വളരെ മനോഹരമായി ഒത്തിണക്കി എഴുതിയ ഈ കവിതയുടെ അവസാന ഭാഗം എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ വിത്ത് മീ. താങ്ക് യു.